കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ അവറുകൾക്ക് എൻ്റെ നമസ്കാരം, അഭിവാദ്യം, സ്നേഹം, ബഹുമാനം, ശുഭകാംക്ഷകൾ. ഈ ഒരു വീഡിയോയിൽ കേന്ദ്ര സഹമന്ത്രിയായി ചാർജെടുത്ത ശേഷം അദ്ദേഹം കേരളത്തിൽ വന്ന് നിർവഹിച്ച ആദ്യത്തെ പ്രസംഗം എന്ന് ഞാൻ വിചാരിക്കുന്ന ആ ശ്രദ്ധേയമായ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തോട് ഒരു പൗരനെന്ന നിലയിലും ക്രിസ്ത്യാനി എന്ന നിലയിലും വിശ്വാസി എന്ന നിലയിലും അല്പം സാമാന്യ ബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയിലും പ്രതികരിക്കേണ്ട ചുമതലയുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആ ഒരു പ്രസംഗത്തെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി സമർപ്പിക്കുന്നു. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങളെ കേൾപ്പിച്ചിട്ട് ഇടയ്ക്കിടെ ആവശ്യമായ എൻ്റേതായ അഭിപ്രായങ്ങളും കൂടെ ചേർത്ത് നമുക്ക് സത്യാവസ്ഥയിൽ നമുക്കിതിനെപ്പറ്റി ചിന്തിച്ച് ഇതിൻ്റെ ഉള്ളടക്കം ഗ്രഹിച്ച് മുൻപോട്ട് പോകുന്നത് പ്രയോജനകരമായിരിക്കും. നാം സത്യത്തിൽ നിന്ന് അല്പം പോലും അബദ്ധത്തിൽ പോലും വേറിട്ട് പോകാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അതുപോലെ പിന്തുടർന്ന് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുന്നതായിരിക്കും. എനിക്ക് ആമുഖമായി പറയാനുള്ളത്, ശ്രീ ജോർജ് കുര്യൻ മന്ത്രിയായതിൽ ഞാൻ വളരെയധികം ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഏതാണ്ട് 2-3 വർഷമായിട്ട് ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലെ BJP നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ പക്വതയുള്ളയാൾ, ഏറ്റവും കൂടുതൽ വ്യക്തിത്വമുള്ള ആൾ, ആശയപുഷ്ടിയുള്ള ആൾ, ഭാഷ ചാതുര്യമുള്ള ആൾ, പ്രസംഗ പാടവമുള്ള ആൾ, ഇങ്ങനെയുള്ള പലവിധമായ കാരണം കൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് നല്ല മതിപ്പാണ്. എന്നാൽ സീറോ മലബാർ സഭയിലുള്ള ആളുകൾക്ക് അദ്ദേഹം ഒരു സ്വകാര്യ അഹങ്കാരം ആണ്. അതുപോലെ എനിക്കില്ല. ഞാൻ ആരെയും അങ്ങനെ എൻ്റെ സ്വകാര്യ അഹങ്കാരമായിട്ട് വയ്ക്കാറില്ല. എന്നാൽ മറ്റുള്ള മന്ത്രിമാരെ പറ്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് സ്വാഭാവികമായി ശ്രീ ജോർജ് കുര്യനോട് ഒരടുപ്പം തോന്നുന്നുണ്ട്. അദ്ദേഹം ക്രിസ്ത്യാനി ആയതുകൊണ്ടേ അല്ല, ദയവായി മനസ്സിലാക്കുക. നന്മ ഒരു വ്യക്തിയിൽ കണ്ടാൽ അത് ലേബൽ ഒട്ടിക്കാതെ ആ നന്മ തന്നെയാണെന്നും എല്ലാ നന്മയുടെയും ഉറവിടം ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഹിന്ദുക്കളിൽ നന്മ കണ്ടാൽ അതിനെ ഞാൻ വെറുക്കണം, മുസ്ലിമുകളിൽ നന്മ കണ്ടാൽ അതില്ല എന്ന് പറയണം, നമ്മളിൽ ഒരു ചെറിയ നന്മ കണ്ടാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആ കൂട്ടത്തിൽ എന്നെ പെടുത്തരുതേ, ദയവ് ചെയ്ത്. ഞാൻ ആ കൂട്ടത്തിൽ പെടുന്ന ആളെയല്ല. നന്മയുടെ വെളിച്ചം, നന്മയുടെ സുഗന്ധം വേണ്ട, നന്മയുടെ ഒരു നേരിയ നനവ് എവിടെ കണ്ടാലും എൻ്റെ ആത്മാവ് അവിടെയൊക്കെ ഞാൻ അറിയാതെ ഒഴുകിച്ചെല്ലും. അതുകൊണ്ട് ജോർജ് കുര്യൻ മന്ത്രിയായതിൽ ഞാൻ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു. എന്നാൽ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ വളരെ രൂക്ഷമായി സംസാരിച്ചതിൻ്റെ കാര്യം, ഇദ്ദേഹം മന്ത്രിയായതിനെ പറ്റി സീറോ മലബാർ സഭയ്ക്ക് അതുകൊണ്ടൊരു വലിയ ഒരു ആയുധം കിട്ടി എന്ന വിധത്തിൽ ഒരാൾ പരാമർശിച്ചതിനോടുള്ള എൻ്റെ പ്രതികരണമായിരുന്നു. അതല്ലാതെ ജോർജ് കുര്യൻ മന്ത്രിയായതിനെ പറ്റിയുള്ള എൻ്റെ പരാമർശമായിരുന്നില്ല അത് എന്ന് നിങ്ങൾ ആ വീഡിയോ വീണ്ടും കേട്ടാൽ മനസ്സിലാകും. നിങ്ങൾക്ക് ഈ ജോർജ് കുര്യൻ നടത്തിയ പ്രസംഗം കേൾക്കേണ്ടതിന് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ കമൻറ്റ് ബോക്സിൽ ഇടുന്നതാണ്. നിങ്ങളത് കണ്ട് ഞാൻ പറയുന്ന ആശയങ്ങളോട് നിങ്ങളെപ്രകാരം പ്രതികരിക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്നത് നമുക്ക് സത്യസന്ധമായി ചിന്തിച്ച് ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ സഹായിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങളെ കേൾപ്പിച്ചിട്ട് അത് സംബന്ധമായ എൻ്റെ പ്രതികരണങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കും. ഇദ്ദേഹത്തെ ശ്രദ്ധിക്കൂ. മന്ത്രിയായ കേന്ദ്ര സഹമന്ത്രിയായ ശ്രീ ജോർജ് കുര്യൻ അവറുകളുടെ പ്രസംഗത്തിലേക്ക്. 1958
ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തു. അത് ഫയൽ ചെയ്തത് കേരളത്തിൻ്റെ സർക്കാരാണ്. രാഷ്ട്രീയം പറയുകയല്ല, അതിൻ്റെ അകത്തെ ഒരു കണക്ക് പറയുക. അതിലെഴുതി വെച്ചത് കേരളത്തിൽ ക്രിസ്ത്യാനികൾ മൈനോരിറ്റി അല്ല, സെക്കൻഡ് മജോറിറ്റിയാണ്. കാരണം 25% കൂടുതൽ കേരളത്തിൽ അന്ന് ക്രിസ്ത്യാനികളായിരുന്നു. സെക്കൻഡ് മജോറിറ്റി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ന്യൂനപക്ഷ അവകാശം കൊടുക്കേണ്ട കാര്യമില്ല എന്ന അന്നത്തെ സങ്കല്പത്തിൽ, അതിനുശേഷം കോടതി വിധികൾ വരികയും സങ്കല്പങ്ങൾ മാറുകയും ചെയ്തു. അവിടെ നിന്ന് ഇന്ന് കേരളത്തിലെ ഏറ്റവും മൈനോരിറ്റി ആയിട്ടുള്ള ഒരു വിഭാഗമായിട്ട് ക്രിസ്ത്യാനികൾ മാറിയിരിക്കുകയാണ്. അതിൻ്റെ കാരണങ്ങളുടെ പുറകെ പോയിട്ട് കാര്യമില്ല. അങ്ങനെയായിരുന്നു എങ്കിൽ, ഇങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ എന്ന് പറയുന്നതിന് ജീവിതത്തിൽ അർത്ഥമില്ല. അങ്ങനെ സംഭവിച്ചിരിക്കും. ഇനി എന്താണ്? അതിനാണ് ഐക്യമെന്ന് പറയുന്നത്. ശക്തമായിട്ട് പ്രതികരിക്കുന്ന പിതാക്കന്മാർ ഇന്ന് നമുക്കുണ്ട്. കല്ലറങ്ങാട്ട് പിതാവ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 2021 സെപ്റ്റംബർ മാസത്തിൽ പിതാവ് ഗർജിച്ചു. നമുക്കവിടെ ഇത് സംബന്ധമായി ഇതുവരെ പറഞ്ഞതിനെ ആസ്പദമാക്കി എനിക്ക് നിങ്ങളോട് പങ്കിടാനുള്ള ലളിയ ചിന്തകൾ, അതിനുശേഷം ബാക്കിയുള്ളത് കേട്ട് നമുക്കങ്ങനെ മുൻപോട്ട് പോകാം. അദ്ദേഹം പറയുന്നത് വളരെ വസ്തുനിഷ്ഠമായിട്ടാണ് അദ്ദേഹം കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥയെ അവതരിപ്പിക്കുന്നത്. ഡേറ്റ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് 100% സത്യമാണ്, ശരിയാണ്. 1958 ക്രിസ്ത്യാനികൾ കേരളത്തിലെ ജനസംഖ്യയുടെ 25% കൂടുതലായിരുന്നു എന്നത് ഒരു ചരിത്ര സത്യമാണ്. അങ്ങനെയല്ല എന്ന് പറയുവാൻ, സ്ഥാപിക്കുവാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് ഉള്ള കണക്കനുസരിച്ച് 2011 ലാസ്റ്റ് സെൻസസ് വന്നത് നിങ്ങൾക്കറിയാം. കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ സംഖ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രസൻസ് എന്ന് പറയുന്നത് 18.5% മാത്രമായി കുറഞ്ഞിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷേ അത് എന്തുകൊണ്ട് കുറഞ്ഞു എന്നത് വേണ്ടതുപോലെ നാം അന്വേഷിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ജനസംഖ്യ കുറയുന്നത് ആനുപാതികമായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ജനസംഖ്യ 25% നിന്ന് 18.5% കുറഞ്ഞു എന്ന് പറയുമ്പോൾ 7.5% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അതൊരു വലിയ പെർസെൻറ്റ് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ എങ്ങനെ കുറഞ്ഞു? ഈ 7.5% ആളുകളെ കൊന്നൊടുക്കിയതാണോ? അല്ല, അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും നല്ല സാമ്പത്തികമായ അവസ്ഥ തേടി മറ്റ് രാജ്യങ്ങളിൽ പോലും ജോലി ചെയ്യുന്നവരാണോ? അല്ല, കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിൽ പെട്ട ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, വിദ്യാഭ്യാസവും ഉദ്യോഗപരമായ സാഹചര്യങ്ങളും മനുഷ്യ അന്തസ്സിനെ പറ്റിയുള്ള ആധുനിക ചിന്താഗതികളെ ഉൾക്കൊള്ളുവാനുള്ള കൂടുതൽ സാഹചര്യങ്ങളും ലഭിച്ചതുകൊണ്ട് അവർക്ക് അവരുടെ ശാരീരികമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഉണ്ട് എന്നതുകൊണ്ട് നമുക്കറിയാം കേരളത്തിൽ ക്രിസ്തീയ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങൾ പിറക്കുന്നത് മറ്റുള്ള കമ്മ്യൂണിറ്റീസിനെ അപേക്ഷിച്ച് കുറവാണ്, യാതൊരു സംശയവുമില്ല. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ പിറക്കുന്നത് മുസ്ലിം സമുദായത്തിലാണ്. അത് അവരുടെ ചോയ്സാണ്. അപ്പം നമുക്ക് കുഞ്ഞുങ്ങളെ വേണ്ട, അവർക്ക് കുഞ്ഞുങ്ങളെ വേണം, അതുകൊണ്ട് അവർ നമ്മുടെ ശത്രുക്കളാണ് എന്ന് പറയുന്നത് വലിയ മണ്ടത്തരമാണ്. കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും, കത്തോലിക്ക സ്ത്രീകൾ ഓരോരുത്തരും, എൻ്റെ അതിരൂപതയിലുള്ള ഓരോ സ്ത്രീകളും കുറഞ്ഞത് 5 കുട്ടികളെയെങ്കിലും പ്രസവിക്കണം എന്ന് പറഞ്ഞു.
കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ടത് സ്ത്രീകളാണ്. കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള കഴിവ് ബിഷപ്പന്മാർക്കില്ല. പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നതും സ്ത്രീകളാണ്. അതിൽ കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് പുരുഷന്മാർ വലിയ ചുമതല ഏറ്റെടുക്കാറില്ല. അങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഭാരം പേറിക്കൊണ്ട് നടുവൊടിഞ്ഞ് നടക്കുന്ന സ്ത്രീകൾക്ക് ആശ്വാസം പകരാനായിട്ട് മെത്രാന്മാർ കടന്നു വരാറുമില്ല. അപ്പോൾ കസേരയിലിരുന്നു കൊണ്ട് പറയാം, നിങ്ങൾ ഓരോരുത്തരും കുറഞ്ഞ പക്ഷം 5 കുഞ്ഞുങ്ങളെയെങ്കിലും ജനിപ്പിക്കണം, 6ാമത്തെ കുഞ്ഞിനെ തൊട്ട് ഞങ്ങൾ വിദ്യാഭ്യാസമൊക്കെ ഫ്രീ ആയിട്ട് തരാം എന്ന ഒരു പ്രലോഭനം ആര് കേട്ടാലും ഈ മീൻ ചൂണ്ടയിൽ കുത്തുന്നത് പോലെ കുത്തി വിഴുങ്ങാൻ സാധ്യതയുള്ളൊരു പ്രലോഭനം നൽകി. വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഞാൻ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ അതിരൂപതയിലുള്ള സ്ത്രീകൾ അത് പുച്ഛത്തോടെ മേശയോടെ തള്ളി എന്നത് അഭിമാനത്തോടെയാണ് ഞാൻ ഈ സമയത്ത് ഓർക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യും. അപ്പോൾ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ഒരു പ്രശ്നം, അതേ പ്രശ്നം ജോർജ് കുര്യൻ അവറുകളും ആവർത്തിക്കുകയാണ്. നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സംഖ്യ കുറഞ്ഞു എന്നത് അതൊരു ആത്മീയ പ്രശ്നമാണോ, രാഷ്ട്രീയ പ്രശ്നമാണോ, സാമൂഹ്യ പ്രശ്നമാണോ, സാംസ്കാരിക പ്രശ്നമാണോ? എന്ത് പ്രശ്നമാണിത്? ഇത് ഒരു പുരോഹിതൻ്റെ പ്രശ്നമാണോ, മെത്രാൻ്റെ പ്രശ്നമാണോ, ഭാര്യാഭർത്തൃക്കന്മാരുടെ പ്രശ്നമാണോ? ഇതിനെപ്പറ്റി നമുക്കൊരു വ്യക്തത ഉണ്ടാകണം. ആരുടെ ഗുണത്തിന് വേണ്ടിയാണ് ഒരു കത്തോലിക്ക സ്ത്രീ അല്ലെങ്കിൽ ക്രിസ്ത്യാനി സ്ത്രീകൾ പൊതുവെ കുറഞ്ഞ പക്ഷം 5 കുട്ടികളെ എങ്കിലും പ്രസവിക്കണമെന്ന് പറയുന്നത്? ആരുടെ ഗുണത്തിന് വേണ്ടിയാണ്? ഇപ്പോൾ സ്ത്രീകളുടെ ഗുണത്തിന് വേണ്ടിയാണെങ്കിൽ അവർ ആരും പറയാതെ തന്നെ പ്രസവിച്ചോളും. അല്ലെങ്കിൽ പുരുഷന്മാരുടെ പിതാക്കന്മാരാകാൻ പോകുന്ന പുരുഷന്മാരുടെ ഗുണത്തിന് വേണ്ടിയാണെങ്കിൽ അവർ അവിടെ സർവ്വ കഴിവും ഉപയോഗിച്ച് അവരെ ആശ്രയിച്ച് നിൽക്കുന്ന സ്ത്രീകളെ കൊണ്ട് പ്രസവിപ്പിച്ചോളും. അതിനൊരു മെത്രാൻ്റെയും റെക്കമെൻഡേഷനോ പുറകിൽ നിന്നുള്ള തെള്ളോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നതിലുള്ള ഒരു മനുഷ്യരെ കേട്ടിരിക്കുന്നവരെ വഴിതെറ്റിക്കാനും അവരുടെ ഉള്ളിൽ ഒരു വിഭ്രാന്തി ഉണ്ടാക്കുവാനും ഏതോ ഒരു വലിയ അപകടത്തിലാണ് നമ്മൾ. അവിടെ നമ്മളെ രക്ഷിക്കാനായിട്ട് കളറങ്ങാട്ടിനെ പോലെയുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അടുത്തായിട്ട് പറയുന്നത് 2019 സെപ്റ്റംബർ മാസത്തിൽ കല്ലറങ്ങാട്ട് പിതാവ് ഗർജിച്ചു എന്നാണ് പറയുന്നത്. കല്ലറങ്ങാട്ട് പിതാവ് ഗർജിച്ചു എന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളോടും ചോദിക്കട്ടെ, ഗർജിക്കാനാണോ നമ്മൾ ബിഷപ്പുമാരെ അങ്ങോട്ടാക്കി വെക്കുന്നത്? ഗർജിക്കാനാണോ? അതോ ഛർദ്ദിക്കാനാണോ? അല്ല, വിസർജിക്കാനാണോ? എന്താണ് ഒരു 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 മെത്രാൻ്റെ കടമ എന്താണ്? ഗർജിക്കുകയാണോ? ഒരു പ്രശ്നം, ഇവരിയ്ക്കുന്നത് സിംഹാസനം, സിംഹം ഗർജിക്കുന്നു. അപ്പോൾ ആ സിംഹാസനത്തിലിരുന്നുകൊണ്ട് ഒരു മെത്രാൻ എന്തെങ്കിലും ഒരു മൂളിയാൽ അത് ഗർജനമായി. ആരോടാണ് ഗർജിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഗർജിക്കുന്നത്? എന്തിനെപ്പറ്റിയാണ് ഗർജിക്കുന്നത്? ഗർജിച്ചതുകൊണ്ട് എന്ത് നേടി? ഈ സംഭവം 2019 കല്ലറങ്ങാട്ട് പിതാവ് ഈ ശുദ്ധ അസംബന്ധം വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഉച്ചസ്വരത്തിൽ പറഞ്ഞതാണ്, ഇതിനെപ്പറ്റിയുള്ള കല്ലറങ്ങാട്ട് പിതാവിൻ്റെ കയ്യിലുള്ള ഡേറ്റ പുറത്തുവിടണം. എത്ര പെൺകുട്ടികളെയാണ് പാലാ അതിരൂപതയിൽ നിന്ന് മുസ്ലിം യുവാക്കന്മാർ പ്രേമിച്ച് വലയിലാക്കി കൊണ്ട് മുസ്ലിം തീവ്രവാദിയുടെ മടിയിൽ കൊണ്ടിട്ടത്? അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഭീകരവാദികൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് തികച്ചും അപലപനീയമാണ്. സർവ്വശക്തി ഉപയോഗിച്ച് ചെറുക്കേണ്ടതാണ്. അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് ചെറുക്കുവാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അത് സംബന്ധമായ വസ്തുനിഷ്ഠമായ ഡേറ്റ നമുക്കുണ്ടാകണം. രണ്ടാമതായിട്ട് ഞാൻ അന്ന് പറഞ്ഞത്, അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടികളെടുക്കാൻ സാധിക്കും. വലുതായിട്ടൊന്നും ചെയ്യേണ്ട. പോലീസിൽ ഒരു ചെറിയ കടലാസ് തുണ്ടിൽ എഴുതി കൊടുത്താൽ മതി, ഇന്ന ആളുകൾ ഇന്ന ആളുകൾ ഇങ്ങനെ ആളുകൾ. 1000 പേരുടെ പേര് എഴുതണ്ട, 5 പേരുടെ പേര് എഴുതിയാൽ മതി. ആളുകളെ ഇങ്ങനെ കൊണ്ട് ഉഗ്രവാദികളുടെ അടുക്കും അവരുടെ ജീവിതം നശിപ്പിക്കുന്നു. ഇത് ഒരു മനുഷ്യരുടെ ജീവൻ മരണ പ്രശ്നമാണ്, പോലീസ് ഇടപെടണം എന്ന് പറഞ്ഞാൽ അവർ കൈകെട്ടി നിൽക്കത്തില്ല. നാളിതുവരെ ഒരു തുണ്ട് കടലാസ് കംപ്ലൈൻ്റായിട്ട് പോലീസിൽ ഏൽപ്പിച്ചിട്ടില്ല, നാളിന്ന് വരെ.
മാത്രവുമല്ല, അതിന് 2 വർഷത്തിന് മുൻപ്, അതായത് 2019 2 വർഷത്തിന് മുൻപ് ഈ പ്രശ്നം ഇന്ത്യൻ പാർലമെൻറ്റ് ഉയർത്തിയതാണ്. അന്ന് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി സമഗ്രമായി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ പാർലമെൻറ്റിൽ പ്രസ്താവിച്ചത് എനിക്ക് പകൽ പോലെ ഓർമ്മയുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നത് BJP സർക്കാർ നിയന്ത്രിക്കുന്ന നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ സമഗ്രമായ അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയ കാര്യമാണ്. ഞാൻ ഒരു മൂലക്കിരുന്ന് കണ്ടുപിടിച്ച കാര്യമല്ല. പിന്നെ ഏതടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പറയുന്നത് നമ്മുടെ കുട്ടികളെ ലവ് ജിഹാദിൽപ്പെടുത്തി അപകടത്തിലാക്കുന്നു, ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു? 5 പേരുടെ പേര് പറ. അത് ചെയ്യത്തില്ല. പിന്നെ അവിടെ നിന്നുകൊണ്ട് ഗർജിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് ജനങ്ങളെ വൈകാരികമായി താളം തെറ്റിക്കാനും അവരെ ഒരു വലിയ ഭീതിയുടെയും നമ്മുടെ നില അപകടത്തിലാണ്, ഏതാണ്ട് ഭൂകമ്പം വരുന്നു, ആകാശം പൊട്ടി നമ്മുടെ തലയിൽ വീഴുന്നു, എല്ലാവരും പേടിച്ചു വിറച്ച് നിന്നോണം, നിങ്ങൾ എന്നാൽ വേണ്ട, നിങ്ങളെ സഹായിക്കാനായിട്ട് ഗർജിക്കുന്ന ഒരു മെത്രാനുണ്ട് എന്ന് പറഞ്ഞ് വെക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് പ്രസംഗമെന്നല്ല, ഇതിൻ്റെ പേര് വർഗീയത വളർത്തുക എന്നത് തന്നെയാണ്. അതിന് അദ്ദേഹം ഉരുമ്പെട്ടതിൽ ഞാൻ ദുഃഖിക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഞാൻ ബഹുമാനിക്കുന്ന ശ്രീ ജോർജ് കുര്യനോട് പറയുകയാണ്, ഈ പരാമർശിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ലവ് ജിഹാദ് നടക്കുന്നുണ്ടെങ്കിൽ അത് സംബന്ധമായി അതിൽ പെട്ടുപോയി ജീവിതം നശിച്ച 5 പെൺകുട്ടികളുടെ പേര് ദയവായി വെളിപ്പെടുത്തണം, പത്രത്തിൽ പരസ്യപ്പെടുത്തണം. ഞാൻ സാഷ്ടാംഗം വീണ് നമസ്കരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരുത്തൻ മന്ത്രിയായതുകൊണ്ടോ ഒരുത്തൻ മെത്രാനായതുകൊണ്ടോ എന്തും വിളിച്ചു പറഞ്ഞാൽ അതുപോലെ കേട്ട് വിഴുങ്ങാൻ എനിക്കൊരു ബാധ്യതയുമില്ല. സത്യമല്ലാതെ ആരുടെയും രാഷ്ട്രീയ പ്രേരിതമായ കള്ളം വിഴുങ്ങാൻ എനിക്ക് യാതൊരു കടമയുമില്ല. അങ്ങനെ അസത്യത്തെ എൻ്റെ മേൽ ചൊരിയാൻ വരുന്ന ആളുകളെ ഞാൻ പുച്ഛത്തോടു കൂടെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ആകപ്പാടെ ഇത്ര മാത്രമാണ് ഇദ്ദേഹത്തോട് പറയുന്നത്. ഇതുണ്ട് എങ്കിൽ അതിനെ പറ്റിയുള്ള ഡേറ്റ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത് ഒരു തരത്തിലുള്ള ഭ്രാന്താണ്. ചില ആളുകൾക്ക് യാഥാർത്ഥ്യം എന്താണ് മിഥ്യ എന്താണ് തമ്മിൽ തിരിച്ചറിയാൻ വയ്യ. അതൊരു മനഃശാസ്ത്രപരമായ രോഗമാണ്, മാനസിക രോഗമാണ്. അതിൽപ്പെട്ട് സംസാരിക്കുന്നെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഇതിങ്ങനെയാണ് എങ്കിൽ അതൊരു ഭീകരമായ യാഥാർത്ഥ്യമാണ്. അതിൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ചെറുക്കുവാൻ കേരളത്തിലെ എല്ലാ സഭകളും ഒന്നാകണം. അതാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഇതൊരു വെറും കിംവദന്തിയാണ് എങ്കിൽ അത് അർഹിക്കുന്ന പുച്ഛത്തോടെ ഞാൻ തള്ളിക്കളയുന്നു എന്നാണ് എനിക്ക് പറയാറ്. അപ്പോൾ ഇത് സംബന്ധമായി ശ്രീ ജോർജ് കുര്യൻ പറയുന്നത് നാം എല്ലാവരും ഒന്നിക്കണം. എന്തിനാണ് സാറേ ഒന്നിക്കുന്നത്? പ്രശ്നം എന്താണെന്ന് പറയാം ആദ്യം. ആ പ്രശ്നത്തിൻ്റെ വാസ്തവികത എന്താണെന്ന് പറയൂ, അതിനുശേഷം ഞങ്ങൾ ഒന്നിക്കാം, യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ഇപ്പോൾ BJPക്ക് കേരളത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു ചെറിയ ചുവടുവയ്പ്, അതിൻ്റെ വിസ്താരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണ്, എന്തും അവരുടെ മേൽ കൊണ്ട് ഡംപ് ചെയ്യാം എന്ന വിധത്തിലാണ് ഇദ്ദേഹം പ്രസംഗിക്കുന്നതെന്ന് തോന്നുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഇദ്ദേഹത്തെ പറ്റി പരിതാപമാണ് തോന്നുന്നത്. ഞാൻ സമയത്ത് പറയട്ടെ. ഇനിയും ഇദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് നോക്കാം. പിന്നെ പാലായിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ലോകം മുഴുവൻ ശ്രദ്ധിച്ചതാണ്. എല്ലാവർക്കും മുറിവേറ്റു. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള കഥയല്ല. നമ്മുടെ തിരുമുറ്റത്ത് ക്രിസ്ത്യാനിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമെന്ന് പറയുന്ന പാലയിൽ അത് സംഭവിച്ചു. പക്ഷേ അന്ന് ഞാനൊക്കെ പ്രസംഗിച്ചു, 1 വർഷം നിലനിൽക്കില്ല ഇതെന്ന് പറഞ്ഞു. 1 വർഷം ഈ അവസ്ഥ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. പിറ്റേ വർഷം 2022 സെപ്റ്റംബർ മാസത്തില് ആ സംഘടന ഇല്ലാതായി. അതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുണ്ടായില്ലായിരുന്നെങ്കിലോ, അത് സംഭവിച്ചില്ലായിരുന്നു എങ്കിലോ എന്താകുമായിരുന്നോ ഇന്നത്തെ നമ്മുടെ മാനസികാവസ്ഥ? ഭരണാധികാരികൾ ആവശ്യമുള്ളപ്പോൾ നടപ്പിലാക്കുമ്പോഴാണ് തീർച്ചയായിട്ടും രാജ്യത്ത് സമാധാനമുണ്ടാകുന്നത്.
അപ്പോൾ ഇവിടെ ഇദ്ദേഹം പരാമർശിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച മോദി സർക്കാരിൻ്റെ വളരെ ശക്തമായ ഇടപെടലിനെ പറ്റിയാണ്. ഒരു രാജ്യത്ത് ക്രമസമാധാനം നിലനിർത്തുക, സംരക്ഷിക്കുക സർക്കാരിൻ്റെ കടമയാണ്. ആഭ്യന്തര സുരക്ഷിതത്വം സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടി, കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവനും ചെയ്യേണ്ടതാണ്. അതിനെപ്പറ്റി എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല. എന്നാൽ മന്ത്രിയായ ജോർജ് കുര്യൻ പറയുന്നതിൽ കൂടെ എനിക്ക് മനസ്സിലാകുന്നത്, മോദി ഇപ്രകാരമുള്ള ഒരു നടപടി ചെയ്തത് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഗുണത്തിനും സംരക്ഷണത്തിനും വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. ഇപ്പോൾ PFI ഒരു ഭീകര സംഘടനയാണ് എന്ന് വയ്ക്കൂ. ആണോ അല്ലയോ എന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല. അങ്ങനെ ആണെന്നോ അല്ലെന്നോ പറയാൻ എനിക്ക് യാതൊരു വിധത്തിലുള്ള യോഗ്യതയുമില്ല. ഈ കാര്യത്തിൽ സർക്കാർ പറയുന്നതിനെ ഞാൻ സ്വീകരിച്ച് മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ ഒരു സമൂഹത്തെ ക്രമസമാധാന ക്രമസമാധാനത്തിൻ്റെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുവാനും ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും വേണ്ടി സർക്കാർ നടപടിയെടുക്കുമ്പോൾ അത് സമൂഹത്തിലുള്ള എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അല്ലാതെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു പ്രത്യേകമായ ഔദാര്യം ചെയ്തു അതുകൊണ്ട് മാത്രമാണ് ചെയ്തത്. ക്രിസ്ത്യാനികളോടുള്ള പ്രത്യേകമായ കരുതലും സ്നേഹവും അവരെ സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ പ്രത്യേകമായ കടമയാണ്, അതുകൊണ്ട് ഇതാ ഞങ്ങളിത് ചെയ്തിരിക്കുന്നു എന്ന് ഒരു ധ്വനി ഉണ്ടാക്കി വെക്കുന്നത് തികച്ചും അസ്വീകാര്യമാണ്, ദൗർഭാഗ്യകരമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് സത്യസന്ധമല്ല. അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഒരു പ്രസ്താവന, ഒരു കുറിപ്പ് ഇറക്കേണ്ടതാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങളിതാ PFI നിരോധിച്ചിരിക്കുന്നു, ആ ഒറ്റ ലക്ഷ്യത്തിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായും അത് തല കുനിഞ്ഞ് ഞാൻ സ്വീകരിക്കും. അങ്ങനെ ഇന്ന് വരെ ഒരു പ്രസ്താവന ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് അടുത്ത ആശയത്തിലേക്ക് കടക്കും. അതുകൊണ്ട് തീർച്ചയായും ഞാൻ വൈസ് ചെയർമാനായിരുന്ന മൈനോറിറ്റി കമ്മീഷൻ, അന്നത്തെ ഒരു കഥ ഞാൻ പറയാം. 2019 സെപ്റ്റംബർ മാസം 15-ാം തീയതി മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി വിധി എഴുതുന്നു. ക്രിസ്ത്യൻ കോളേജിലെ കുട്ടികളുമായിട്ട് അധ്യാപകർ പോയപ്പോഴുണ്ടായ ചില സംഭവങ്ങളാണ്. ആ സംഭവം എന്താന്ന് ഞാൻ പറയുന്നത്. പക്ഷെ വിധിയിലെ 32-ാമത്തെ പാരഗ്രാഫിൽ എഴുതി വെച്ചു, ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നവരാണ് പറയുന്നത് കോടതി. അതുപോലെ തന്നെ അവര് വിദ്യാഭ്യാസ രംഗത്ത് നല്ല സേവനം നടത്തുന്നുണ്ട്. പക്ഷെ അവരുടെ ധാർമ്മിക ബോധം $100 ക്വസ്റ്റ്യൻ. ഞാൻ വൈസ് ചെയർമാനായിരുന്നു. 17-ാം തീയതി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഞാൻ ഡൽഹിയിൽ കണ്ടു. അന്ന് ശനിയാഴ്ചയായിരുന്നു. 19-ാം തീയതി തിങ്കളാഴ്ച ഹൈക്കോടതിക്ക് ഓപ്പൺ ലെറ്റർ എഴുതി, നിങ്ങൾ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്, ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ പേര് പറയാൻ പാടില്ല, കണ്ടന്റ് ഓഫ് കോർട്ട് വരും, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മതപരിവർത്തനം നടത്തുന്നവരാണ് എന്ന് വിധിച്ചത്? 1951 സെൻസസില് 2.3%. 2011 സെൻസസില് 2.3. എവിടുന്ന് കിട്ടി കോടതിക്ക് കണക്ക്? പിന്നെ ഒരു ചോദ്യം ചോദിച്ചു, മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി കൽപ്പിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിലോ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? അങ്ങനെ 5-6 ചോദ്യങ്ങൾ. ഞാൻ ഇതോടുകൂടെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങളുമായി പങ്കിടുന്നത് നിർത്തിയിട്ട് ഇപ്പോൾ പറഞ്ഞ ഈ വിഷയത്തെപ്പറ്റി പറയാനുള്ള ചില കാര്യങ്ങളോട് സൂചിപ്പിച്ചിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ പ്രസംഗം ആദ്യം മുതൽ അവസാനം വരെ കാണണം, വീണ്ടും ഇതിനെപ്പറ്റി ചിന്തിക്കണം. നമുക്ക് ആരോടും ഒരു വിധത്തിലുള്ള അതൃപ്തിയോ പ്രത്യേകമായ അടിമത്തമോ ഇല്ല. യാഥാർത്ഥ്യബോധം വളർത്തിയെടുക്കുക, സത്യസന്ധമായി ചിന്തിക്കുക, എല്ലാവരോടും നീതിപൂർവ്വം ഇടപെടുക, ചേരിതിരിവില്ലാതെ എല്ലാവരെയും സഹോദരങ്ങളായി കാണുക,
മതത്തിൻ്റെ നുകത്തിൽ നിന്ന് ഒന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് മനുഷ്യത്വത്തിൻ്റെ സഹവർത്തിത്വത്തിൽ, സമാധാനത്തിൽ, സഹകരണത്തിൽ, സന്തോഷത്തിൽ കഴിപ്പാനുള്ള നമ്മുടെ അത്യാവശ്യം അത് നിർവഹിക്കപ്പെടണം. ഇത് മാത്രമേ നമുക്ക് ലക്ഷ്യമായുള്ളൂ. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത്, അദ്ദേഹം നാഷണൽ മൈനോറിറ്റീസ് കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്നപ്പോൾ, നാഷണൽ മൈനോറിറ്റീസ് കമ്മീഷൻ്റെ ആദ്യത്തെ ക്രിസ്ത്യൻ വൈസ് ചെയർമാനാണ് ജോർജ് കുര്യൻ. അദ്ദേഹം പറയുന്നില്ല, ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്, അതൊരു നല്ല നേട്ടം തന്നെയാണ്. ആ പദവിക്ക് അദ്ദേഹം ഉള്ള വ്യക്തിയായിരുന്നു. അത് ഞാൻ അദ്ദേഹത്തെ അഭിമാനിക്കുന്നു. എന്നാൽ അദ്ദേഹം പറയുന്നത്, മദ്രാസ് ഹൈക്കോടതി മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് താമ്പരത്തിൽ നടന്നൊരു സംഭവത്തെ സംബന്ധിച്ചിട്ടുള്ള കേസിൽ വിധി പറയുമ്പോൾ അതിൻ്റെ 32-ാമത്തെ പേജിൽ ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്ന് പറഞ്ഞു. രണ്ടാമതായി കോടതി പറഞ്ഞത്, ക്രിസ്ത്യാനികൾ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം സംഭാവന ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രവൃത്തികൾ അങ്ങുമിങ്ങുമൊക്കെ ധാർമ്മികമായ പ്രശ്നങ്ങൾ പൊന്തി വരുന്നുണ്ട്, നല്ലതല്ല എന്ന് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റി എനിക്കെന്താണ് നിങ്ങളോട് പറയാനുള്ളത്? എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്, ശ്രീ ജോർജ് കുര്യൻ ഒരു വക്കീലാണ്. അദ്ദേഹത്തിന് നന്നേ അറിയാം കോടതിയെ ഒരു ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കുന്നത് ഒരിക്കലും കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാകുകയില്ല. അതറിയാൻ നിങ്ങളൊരു നിയമപണ്ഡിതനാകണമെന്നില്ല, സാമാന്യ ബുദ്ധി മതി. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് രണ്ട് കാര്യത്തിലേ വരത്തുള്ളൂ, രണ്ട് കാര്യത്തിൽ. ഒന്ന്, നിയമം നീതി കണ്ടെത്തുന്നതിൽ, ട്രയൽ കൂടെ സത്യം കണ്ടെത്തുന്നതിൽ നിയമത്തിൻ്റെ പ്രക്രിയയ്ക്ക് തടസ്സം വരുത്താനായി ശ്രമിക്കുമ്പോൾ, when you interfere with the legal proceedings that are sub judice. രണ്ട്, കോടതിയുടെ വിധി നടപ്പാക്കാൻ വിസമ്മതിക്കുമ്പോൾ, when you resist the verdict of the court. ഈ രണ്ട് കാര്യത്തിലല്ലാതെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരുന്ന പ്രശ്നമില്ല. അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇപ്പോൾ നാഷണൽ മൈനോറിറ്റീസ് കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ഒരു ഓപ്പൺ ലെറ്റർ എഴുതി, ഏതടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കോടതി ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്ന് അഭിപ്രായപ്പെട്ടത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം, എവറി സിറ്റിസൺ ഷാൽ ഹാവ് ദ റൈറ്റ് ടു preach, practice and propagate his faith. അപ്പോൾ ഈ പ്രോപ്പഗേറ്റ് എന്ന് പറയുന്ന പരത്തുക, അത് പടർത്തുവാൻ ശ്രമിക്കുക, അന്യരിലേക്ക് എത്തിക്കുക, അതിൽ മതപരിവർത്തനം നടത്തുവാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്നതായിരുന്നു ദീർഘനാളുകളായി സുപ്രീം കോടതി പരിഗണിച്ചൊരു പ്രശ്നം. അങ്ങനെ സുപ്രീം കോടതിയാണ് പറഞ്ഞത്, ദ റൈറ്റ് ടു പ്രോപ്പഗേറ്റ് ഡസ് നോട്ട് മീൻ ദ റൈറ്റ് ടു കൺവേർട്ട്. അതിനെപ്പറ്റി എനിക്ക് എൻ്റേതായ അഭിപ്രായമുണ്ട്. ഞാനത് ഈ തരുണത്തിൽ അത് കൊണ്ടുവരുന്നില്ല. എനിക്ക് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നാം സത്യസന്ധമായി ഈ കാര്യം പരിഗണിച്ചാൽ ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നവരാണ്. ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും പരിവർത്തനം നടത്തുന്നത് നമ്മുടെ പരിപാവനമായ കടമയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ യേശു പറയുന്നതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു പറഞ്ഞതല്ല, ഇങ്ങനെ യേശു പറഞ്ഞുവെന്ന് പറഞ്ഞ് പിൽക്കാലത്ത് എഴുതി ചേർത്തതാണ് ആ ഭാഗം. വേദപുസ്തക പണ്ഡിതന്മാർ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഭൂമിയുടെ എല്ലായിടത്തും പോയി പ്രസംഗിച്ച് സകല ജാതികളെയും എൻ്റെ ശിഷ്യന്മാരാക്കുവീൻ, അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ. ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയും. അതിൻ്റെ ആധാരത്തിലാണ് ക്രിസ്ത്യാനികൾക്ക് മറ്റുള്ളവരെ കൺവേർട്ട് ചെയ്യാനും അവരെ അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യജീവനിലേക്ക് കൊണ്ടുവരുവാൻ ഒരു വലിയ കടമയുണ്ട് എന്ന് പറയുന്നു. ഈ ഉള്ള ഞാൻ കുറഞ്ഞ പക്ഷം ഒരു 15-20 നാഷണൽ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആശയം എന്താണെന്നറിയാമോ? പണ്ടാണ്
അതായത് ബൈ ദ ഇയർ 2000 ദ ഗ്ലോബ് മസ്റ്റ് ബി വൺ ഫോർ ക്രൈസ്റ്റ്. ഈ ലോകം മുഴുവനും യേശുവിന് വേണ്ടി നമുക്ക് നേടിയെടുക്കണം എന്ന് പറഞ്ഞ് അമേരിക്കയിലെ ബില്യനേഴ്സിൻ്റെ ഇഷ്ടം പോലെ പൈസയായിട്ട് അമ്മാനമാടി അനേകം ആളുകളുണ്ട്. ഇത് തുരുതുര കോൺഫറൻസാണ്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെറും പൊട്ടത്തരമാണെന്ന് മനസ്സിലായി. ഇത് നമ്മുടെ മിടുക്കന്മാരായ ആളുകൾ, അമേരിക്കയിൽ മണ്ടന്മാരായി ഇഷ്ടം പോലെ പണമുള്ള ബില്യനേഴ്സ്, അവർക്ക് ഒരു 100 മില്യൺ രൂപ, $100 മില്യൺ അല്ലെങ്കിൽ $200 മില്യൺ ഇതിനു വേണ്ടി കൊടുത്തു. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവർക്ക് കപ്പലണ്ടി പോലെയാണ്. എന്നാൽ അതൊട്ട് ഇവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ കിടന്ന് അർമാദിക്കുക. ഞാനതിൽ നിന്ന് പരിപൂർണമായി എന്നേക്കുമായി വിട പറഞ്ഞു. ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ, ഈ അടുത്തിടെ ദിവംഗതനായ നമ്മുടെ ബിഷപ്പ് KP യോഹന്നാൻ, അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ, സഭയിൽ 20 ലക്ഷത്തിൽ കൂടുതൽ അംഗങ്ങളുണ്ട്. ഒരിക്കൽ സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഇതിൽ 80% ആളുകൾ മറ്റ് മതത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചവരാണ്. അവർ മതപരിവർത്തനം ചെയ്ത് ഇങ്ങോട്ട് വന്നവരാണ്. ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു വലിയ കൺവെൻഷൻ ഹൈദരാബാദിൽ നടന്നപ്പോൾ അതിൽ മുഖ്യ പ്രാസംഗികനായി ഞാൻ ചെന്നു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ ഏതാണ്ട് 20,000-ൽ പരം ആളുകൾ ഈ സുവിശേഷം കേൾക്കാനായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ KP യോഹന്നാൻ അവിടെ ഇല്ല. അത് നടത്തിയിരുന്ന ഒരു ബിഷപ്പിനെ വിളിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ ആളുകളെ കൊണ്ടുവന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ബഹുഭൂരിപക്ഷവും കൺവേർട്ട്സാണ്, മതപരിവർത്തനം ചെയ്ത് വന്നവരാണ്. നമ്മൾ മതപരിവർത്തനം ചെയ്യാത്തവരാണെന്ന് പറയാൻ കഴിയുമോ? വേണ്ട, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. ഇവിടെ മധ്യ കേരള ഡയസസ്, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മധ്യ കേരള ഡയസസാണ്. സൗത്ത് കേരള ഡയസസാണ്. ഈ സൗത്ത് കേരള ഡയസസാണ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ഏറ്റവും അംഗസംഖ്യ കൂടുതലുള്ള ഡയസസ്. ഇവിടെ 600 കോൺഗ്രിഗേഷൻസ് ഉണ്ട്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ സൗത്ത് കേരള ഡയസസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ വിവാദ പുരുഷനായ ധർമ്മരാജ രസാലം ഇപ്പോൾ മനസ്സില്ലാ മനസ്സോടെ കസേര ഇറങ്ങിയ ഈ ഒരു ഡയസസിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അവിടെ ബിഷപ്പായിരുന്ന ബിഷപ്പ് ഗ്ലാഡ്സ്റ്റൺ എന്നോട് പറഞ്ഞു, ഈ 600 കോൺഗ്രിഗേഷനിൽ ബഹുഭൂരിപക്ഷത്തിലും ഞാൻ കൺവേർട്ട് ചെയ്ത ആളുകൾ മറ്റ് മതത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആളുകളാണ്. ഞാൻ ഇത്ര പേരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മധ്യ കേരള ഡയസസിൻ്റെ സൗത്ത് കേരള ചർച്ചിൻ്റെ ഈസ്റ്റ് കേരള ഡയസസിൽ ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ, ഡയസസൻ കൺവെൻഷൻ ചെന്നപ്പോൾ, അന്നത്തെ അവിടുത്തെ ഡയസസൻ ബിഷപ്പായിരുന്ന KJ സാമുവൽ തിരുമേനി എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഒരു മാസം കുറഞ്ഞത് 600 പേരെ കൺവേർട്ട് ചെയ്ത് ബാപ്റ്റൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. വേണ്ട, ഭാരതത്തിൽ നിന്ന് വിവിധ ക്രിസ്ത്യൻ ഏജൻസീസ് അമേരിക്കയിലോട്ടും ജർമ്മനിയിലോട്ടും നോർവേയിലേക്കും ഇംഗ്ലണ്ടിലേക്കുമൊക്കെ അയക്കുന്ന ലിസ്റ്റുകളുണ്ട്. ഞങ്ങൾ ഇത്രായിരം പേരെ കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ KP യോഹന്നാന് തന്നെ അമേരിക്കയിൽ നിന്ന് ഭീമമായ തുക വർഷാവർഷം ഇവിടെ വന്നുകൊണ്ടിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് അവിടെ അദ്ദേഹം അറിയിച്ചുകൊണ്ടിരുന്നത് ഇവിടെ മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ്. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. കാരണം അമേരിക്കയിൽ നിന്ന് ഫണ്ട് കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല ഫലപ്രദമായ തന്ത്രമാണ് അവിടെ 10,000 ആളുകളെ അവരിങ്ങനെ റൈപ്പായിട്ട് നിൽക്കുകയാണ്, തൊട്ടാൽ അവരിങ്ങ് പോരും എന്ന് പറയും. ഒരു കാലത്ത് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടായിരുന്ന PP ജോബ് എന്ന് പറയുന്ന അവിടെ സമൃദ്ധനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഒത്തിരി പൈസ ഉണ്ടാക്കിയതാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കൊയ്ത്ത് കാലത്ത് കേരളത്തിൽ വരും. അപ്പോൾ അവിടെ പാടത്ത് കൊയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും കൂടെയുള്ള മറ്റുള്ളവരും അവർ ഉച്ചയ്ക്ക് ആഹാരത്തിന് വരമ്പത്ത് കയറിയിരിക്കുമ്പോൾ അവരോട് പറയും, അരിവാള പൊക്കിപ്പിടിച്ച് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ചോദിക്കും. അവർക്ക് സന്തോഷം അത് ചെയ്തു കൊടുക്കും. ഈ ഫോട്ടോ അദ്ദേഹം അമേരിക്കയിൽ അയച്ച് കമ്മ്യൂണിസ്റ്റുകാരെയെല്ലാം ഞാൻ ക്രിസ്ത്യാനികളാക്കി എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ പൈസ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് സത്യമാണോ അസത്യമാണോ? എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വെളിയിലോട്ട് അയക്കുന്ന എല്ലാ രേഖകളും ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്, RSSൻ്റെ കയ്യിലുണ്ട്, വിശ്വ പരിഷത്തിൻ്റെ കയ്യിലുണ്ട്. ഒരിക്കൽ വിശ്വ പരിഷത്തിൻ്റെ നാഷണൽ പ്രസിഡൻ്റായിരുന്ന വിഷ്ണു ഹരിദാൽമിയ അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ 75ാമത്തെ ബർത്ത്ഡേ ആഘോഷത്തിന് വിളിച്ചു.
അന്നെനിക്ക് പോകാൻ പറ്റിയില്ല, ഞാനിന്ന് കേരളത്തിലായിരുന്നു. പക്ഷേ അതിന് ശേഷം ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട് സന്ദർശിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നു. അപ്പോൾ സുദീർഘമായ സംഭാഷണം. അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനികൾ അവരെപ്പറ്റി ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഈ കൺവേർഷൻ ഒരു വലിയ പ്രശ്നമാണെന്ന് പറയുന്നതോ? അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഈ ഭാരതത്തിൽ നിന്ന് കൺവേർഷൻ്റെ വലിയ 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 ലിസ്റ്റുകൾ വെളിയിലോട്ട് പോകുന്നുണ്ട്, അതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ അതിൽ ഒട്ടുമുക്കാലും പച്ചക്കള്ളമാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് വിഷ്ണു ഹരിദാൽമെ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ മതപരിവർത്തനത്തിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ? സീറോ മലബാർ സഭയുടെ അധിപന്മാരോട്, ഇപ്പോൾ ഉള്ള റാഫേൽ തട്ടലിനോട്, അതുപോലെ തന്നെ മാർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തയോട്, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ ബാവ തിരുമേനിയോട്, അല്ലെങ്കിൽ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മോഡറേറ്ററോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ക്രിസ്ത്യാനികൾ മതപരിവർത്തനം വിശ്വസിക്കുന്നില്ല, അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല, അത് തെറ്റാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പ്രസ്താവിക്കാമോ? CBCI, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ, നിങ്ങൾക്ക് പറയാമോ? കേരള ബിഷപ്സ് കോൺഫറൻസിന് പറയാനൊക്കുമോ? ഏതെങ്കിലും ബിഷപ്പിന് പറയാനൊക്കുമോ ഞങ്ങൾ മതപരിവർത്തനം നടത്തുന്നില്ല? ഈ കല്ലറിങ്ങാട്ട് പിതാവ് ഗർജിക്കുന്നെന്നും ഛർദ്ദിക്കുന്നെന്നും വിസർജിക്കുന്നതൊക്കെ പറഞ്ഞല്ലോ. ഞാൻ കല്ലറിങ്ങാട്ട് പിതാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ കൺവേർഷൻ തെറ്റാണ് എന്ന് പറയുവാൻ ധൈര്യം കാണിക്കുമോ? അതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ക്രിസ്ത്യാനികൾ കൺവേർഷനിൽ വിശ്വസിക്കുന്നില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ആരെയാണ് കളിപ്പിക്കുന്നത്? ഞാൻ ക്രിസ്ത്യാനികൾ കൺവേർട്ട് ചെയ്യരുതെന്നോ ചെയ്യണമെന്നതല്ല എൻ്റെ പ്രശ്നം. ഈ പറയുന്നത് കള്ളമാണെന്നാണ് ഞാനീ പറയുന്നത്. ഏതായാലും ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒറ്റ കാര്യം പറയാനാണ്. ഓരോരുത്തരും അവരുടെ താല്പര്യമനുസരിച്ച് പല ആശയങ്ങൾ അവതരിപ്പിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവെന്ന നിലയിൽ ഒരു മന്ത്രി, പ്രത്യേകിച്ച് പുതുതായി നിയമിക്കപ്പെട്ട ഒരു മന്ത്രി, പുത്തൻ പെണ്ണ് പെരയുടെ മണ്ടയും തൂക്കം എന്ന് പറയുന്നത് പോലെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി ഒരു മന്ത്രി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ താല്പര്യമനുസരിച്ച് മാത്രമേ ആശയങ്ങൾ അവതരിപ്പിക്കുകയുള്ളൂ. സത്യത്തോടുള്ള പ്രതിപത്തി അദ്ദേഹത്തിനുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജാഗരൂകരായിരിക്കാനും നാം കേൾക്കുന്ന കാര്യങ്ങളെ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിപ്പാനും കൊള്ളേണ്ടത് കൊള്ളാനും തള്ളേണ്ടത് തള്ളാനും നാം ജാഗരൂകരായിരിക്കണം എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും സമയം നിങ്ങളിൽ നിന്ന് കടം വാങ്ങിച്ചത്. ദയവായി നിങ്ങൾ ഈ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസംഗം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളുമായി പങ്കിട്ട ചിന്തകളിൽ എന്തെങ്കിലും അപാകത ഉണ്ടായെങ്കിൽ ദയവായി അതിനെ വിമർശനാത്മകമായി എന്നെ അറിയിക്കുക. കാരണം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നെ തന്നെ തിരുത്തുക എന്നുള്ളതാണ്. ഒരു വിധത്തിലും ആരെ പറ്റിയും ഒരു മുൻവിധിയോ ഒരു നിഷേധാത്മകതയോ വെച്ച് പുലർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ആർക്കും ഗുണമില്ല, അദ്ദേഹത്തിനും ഗുണമില്ല, എനിക്കും ഗുണമില്ല. അദ്ദേഹത്തിന് ഗുണമില്ലെങ്കിലും എനിക്ക് നഷ്ടം മാത്രമാണ്. അതുകൊണ്ട് ഈ ഒരു അസത്യത്തിൻ്റെ അടിമയായി നിൽക്കാൻ എനിക്ക് ആവശ്യമില്ല, താല്പര്യമില്ല. ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യത്തിൽ അതിൽ വസ്തുനിഷ്ഠമായ അസ്വീകാര്യതയുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. ഇത്രയും ശ്രദ്ധയോടെ കേട്ട ഏവരോടുമുള്ള എൻ്റെ നന്ദി, വിനയം, സന്തോഷം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വീണ്ടും കാണാം.